എന്തുവാടി നീ ചിന്തിച്ചു കൂട്ടുന്നേ? അത് പിന്നെ ഞാനിങ്ങനെ ഓർക്കുവാ, രാമനെ ആദ്യം കാണുമ്പോ എന്താണ് ഞാൻ സംസാരിക്കാ? ഓ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. അതല്ലടി, എനിക്ക് ആകെ എന്റെ ശരീരമൊക്കെ കോരിത്തരിക്കുന്ന പോലൊരു അനുഭവം. ഓ തന്നെ തന്നെ, സത്യടി, രാമനോട് എനിക്കിത് പറയാൻ വേണ്ടി കൊതിയാവുന്നു. എന്ത്? ഞാൻ ഗർഭിണിയാണെന്ന്, രാമൻ ഒരച്ഛനാവാൻ പോവാണ് എന്ന്. രാമൻ അത് കേൾക്കുമ്പോ ഒത്തിരി സന്തോഷം അല്ലേടി? ഒത്തിരി സന്തോഷം. രാമൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് കുടുംബം കുട്ടികളായിട്ടൊക്കെ നമുക്ക് കഴിയണമെന്ന്. ഓ, അത് നടക്കാൻ പോവല്ലടി, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിന്റെ സ്വപ്നം പൂവാണി, നീ നോക്കിക്കോ. രാമൻ എത്രയും പെട്ടെന്ന് കണ്ടുപിട്ടണം, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. നീ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പിച്ചും പോയും പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ? എടി എന്റെ സന്തോഷം കൊണ്ടാടി ഞാൻ നടക്കാം. എന്നാ എന്റെ പൊന്നുമോളം നടക്ക്, പട്ടണത്തിലെത്തണം. ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ രാമനെ കാണാൻ പറ്റത്തില്ല. ആടി ഞാൻ നടക്ക തന്നെയാ. ഓ, ഈ പെണ്ണിനൊരു സന്തോഷം എനിക്ക് വയ്യ. മതി നടക്ക് ആടി. എന്തോ ആടി ഈ മുഖം വല്ലാതിരിക്കുന്നേ? കുന്ത എന്റെ അടുത്തില്ല, പോയി ലുട്ടാപ്പിനോട് പോയി ചോദിക്കേ. ഇത്ര ചിരിച്ചാ മതിയോ? എന്തുവാടി ഇങ്ങനെ ദേഷ്യം പിടിക്കുന്ന എന്നോട്? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? മാങ്ങാ തൊലി, തേങ്ങാ കൊല. നിനക്ക് രാമനെ കാണാനുള്ള സന്തോഷായിരിക്കും. അതെ, രാമനെ കാണാൻ നടന്നു പോണെന്ന് നിനക്ക് എന്തെത്ര വാശി? അപ്പൊ അത് പിന്നെ അന്ന് ഞാനും രാമനും കൂടി നടന്നിട്ടാ പോയത്. എത്ര ടാക്സി പോകണുണ്ടെന്ന് അറിയാം പട്ടണത്തിലേക്ക്. ഒന്ന് കയറിക്കൂടേടി. അയ്യോ, എനിക്ക് പേടിയാ. എന്ത് പേടി? ഇത് ഏകദേശം പട്ടണം എത്തി. കുറച്ചും കൂടി പോയാ ശരിക്കത്തെ പട്ടണം എത്തി. എന്തുവാടി, ഒരു വണ്ടി വന്നാ ഞാൻ കൈ കാട്ടട്ടെ? ഏയ് വേണ്ട, എനിക്ക് പേടിയാ. ഓടി. അതാ നീ എന്നോട് പിണങ്ങല്ലേടി, പ്ലീസ്. കുറച്ചും കൂടി നടന്നാ പോരെ പട്ടണത്തിലേക്ക് എത്താൻ? ഇടി പൊട്ടത്തി, നമ്മളിപ്പോ നിൽക്കുന്ന പട്ടണത്തിൽ തന്നെയാ, കാടൊക്കെ കഴിഞ്ഞു. പിന്നെന്താ പ്രശ്നം? നമ്മൾ അവിടെ എത്തിയില്ലേ, നമുക്ക് ചോദിച്ചോക്കാം ആർക്കെങ്കിലും രാമൻ അറിയോന്ന്. ഓ തന്നെ, മേഡം ഒന്ന് പോയി ചോദിക്കുക ആർക്കെങ്കിലും രാമൻ അറിയോന്ന്. അതിന് ഇവിടെ ഒരു മനുഷ്യന്മാരും കാണാനില്ലല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണുമ്പോൾ നീ പോയി ചോദിച്ചോക്ക് രാമൻ അറിയോന്ന്. ശരിയടി, ഞാൻ ചോദിച്ചോക്കാം. എല്ലാവർക്കും രാമൻ അറിയൂല. അപ്പൊ അറിയാം, രാമായണത്തിലെ രാമനെ എല്ലാവർക്കും അറിയാം. പക്ഷെ നിന്റെ കാട്ടിൽ വന്നിട്ട് നിന്നെ സ്നേഹിച്ച് നിന്നെ ഗർഭിണിയാക്കിയ രാമനെ ആർക്കും അറിയത്തില്ല. എന്താടി നീ ഇങ്ങനെ പറയുന്നേ? എന്റെ പൊന്നു മോളെ, രാമന്റെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടാ? ഫോട്ടോയോ? ഇല്ല. രാമന്റെ മേൽവിലാസെങ്കിലും നിനക്കറിയോ? ഏയ് ഇല്ല. വെരി ഗുഡ്. അല്ലടി, നീയല്ലേ പറഞ്ഞത് രാമനൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന്. എന്നിട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനത്തെ വർത്താനം പറയുന്നേ? അത് പിന്നെ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഒരാവേശത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞതാ. അത് ശരി, അപ്പൊ നീ ഇത്രയും നേരം എന്നെ പറ്റിക്കായിരുന്നല്ലേ? അപ്പൊ പറ്റിക്കൊന്നല്ല, നമ്മൾ രാമനെ കണ്ടുപിടിക്കും, അത്ര തന്നെ. എങ്ങനെ? അത് കണ്ട് നീ നടക്ക. നീയല്ലേ പറഞ്ഞേ കുറച്ചും കൂടി കഴിഞ്ഞാ പട്ടണത്തി കഴിഞ്ഞാ നമ്മൾ ആരോട് ചോദിക്കും രാമനെ അറിയുന്നേ? ആരെങ്കിലൊക്കെ ഉണ്ടാവും രാമൻ അറിയുന്നവ. നമുക്ക് പോയി നോക്കാം. രാമനെ കുറിച്ച് ആകെ അറിയുന്ന ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് കാട്ടിലൊന്ന് കിണർ കുഴിച്ചിട്ട് വെള്ളം കാണിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാ അവന്റെ പേര് രാമൻ എന്നാണ്. ഈ രണ്ട് കാര്യം നമുക്കറിയാം. അതെ, ആരെങ്കിലും ഉണ്ടാവായിരിക്കും. വാ നടക്ക്. ശരി. അല്ലടി, രാത്രിയായി. അതിനീ പറയണ്ട, എനിക്ക് കണ്ടാ മനസ്സിലാവും. എന്താടി എത്ര നേരമായി നമ്മൾ നടക്കണു? ഇതെന്താ രാമനെ കണ്ടിരിക്കാൻ പറ്റാത്തേ? എനിക്കറിയാൻ പാടില്ല. അല്ലടി, അച്ഛനോട് കള്ളം പറഞ്ഞിട്ടല്ലേ വന്നത്? നിന്റെ അച്ഛനോട് പോയി പണി നോക്കാൻ പറ. എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാനെന്ത് പറയാനാ? നിന്നോട് ഞാൻ മിണ്ടത്തില്ല. എന്നാ നീ മിണ്ടണ്ട, അതെന്നെയാ നല്ലേ. എടി, രാമനെ കാണാതെ നമ്മൾ തിരിച്ചു പോകത്തില്ലല്ലോ? ഇല്ല. എന്തേ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ദേ ഈ വീട്ടിൽ കഴിയാം നമുക്ക്. ഏത് വീട്? ദേ കാണണീ മഞ്ഞ നിറത്തിലുള്ള ചെറിയ വീട്. അയ്യോ, അതിനുള്ളിലൊന്ന് കയറി നോക്ക്. എന്താടി? അതിനുള്ളില് താമസക്കാരുണ്ടാവും. അതുകൊണ്ട് ഇത് കാടല്ല പെണ്ണേ, ഇത് നാടാണ്. ഇവിടെ തോന്നിയ പോലെ വീട്ടിലൊന്നും താമസിക്കാൻ പറ്റൂല. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ പൊട്ടത്തി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഇന്നത്തെ രാത്രി നമ്മൾ എവിടെയാ കഴിയാ? നമുക്ക് വല്ല ഹോട്ടലിൽ റൂം എടുക്കാം, അതാ നല്ലേ. ഹോട്ടലാ? അന്ന് രാമുന്റെ കൂടെ ഞാൻ പോയിരുന്നു ഒരു ഹോട്ടലില്. ഏത് ഹോട്ടല്? ഏതോ ഒരു ഹോട്ടല്. എന്നിട്ട് ഞങ്ങള് ബിരിയാണി കഴിച്ചു. ഇതൊക്കെ എപ്പോ? അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. എന്നാ തമ്പുരാട്ടി നടക്ക്, നമുക്ക് നോക്കാം ഇവിടെ അടുത്തെങ്ങാനും വല്ല ഹോട്ടലും ഉണ്ടോന്ന്. ആടി വരാം. ഹായ്, സർക്കസ്. എന്തുവാ? എടി, ഇവിടെ ഇപ്പൊ സർക്കസ് നടക്ക, നമുക്കൊന്ന് കേറിയാലോ? ഓ പിന്നെ, നല്ല രസമല്ലേടി, വാ നമുക്കൊന്ന് കയറാം. ഒന്ന് പോടി, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. പോരാത്തന്നെ രാമനെ കണ്ടിട്ടുമില്ല, അതുകൊണ്ട് എനിക്ക് ഒട്ടും സന്തോഷമില്ല. രാമനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് രാമന്റെ കൂടെ സർക്കസിന് പോവാം. ഓക്കെ?
എത്ര നടക്കാത്ത സുന്ദരമായ സ്വപ്നം. ഡീ ഡീ ഡീ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ വാ, വല്ല ഹോട്ടലിൽ റൂം എടുക്കാം. തമ്പുരാട്ടി നടക്ക് വേഗം. ആ, ഞാൻ നടന്നു. നല്ല ചന്തം ഉണ്ടായിരുന്നു കാണാന്. പക്ഷെ ഈ പെണ്ണ് ഒന്നിനും വരില്ല. ഡീ ഡീ ഡീ, ബാ ബാ. ആ, വന്നു. നടന്ന് ക്ഷീണിച്ചു. ഡേഡി, ഇതൊരു ഹോട്ടലാന്ന് തോന്നണു. എന്നാ ബാ, നമുക്ക് അകത്ത് കയറി വെക്കാം. ആ, നീ നടക്ക്. ഇന്നത്തെ രാത്രി എന്തായാലും കഴിഞ്ഞു. ഇനി നാളെ രാവിലെ ഇറങ്ങാം നമുക്ക് തേടിയിട്ട്. അല്ലടി, അതിന് നമ്മള് ആരോടും ചോദിച്ചിട്ടില്ലല്ലോ രാമനെ അറിയോന്ന്. എടി, ഞാൻ വിചാരിച്ചത് പട്ടണത്തിൽ എത്തിക്കഴിഞ്ഞാൽ രാമനെ എവിടെ വെച്ചെങ്കിലും കാണുന്ന്. പക്ഷെ എവിടെ വെച്ചും നമ്മൾ കണ്ടില്ല. അപ്പൊ നീ എന്താടി ചെയ്യാ? നാളെ നമുക്ക് ചോദിക്കാം രാമനെ പറ്റിട്ട്. പോരെ? ആരോട് ചോദിക്കടി? നമുക്ക് ഈ നാട്ടുകാരോടൊക്കെ ചോദിക്കാം. ശരി, എന്നാ ബാ, ഹോട്ടലിന്റെ ഉള്ളിലോട്ട് കയറ്. ആടി.